അതെ, നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം ഏതാ, എപ്പോൾ നോക്കിയാലും ഉറക്കം തൂങ്ങുന്നു. എത്ര ഉറങ്ങിയിട്ടും ഉറക്കം അങ്ങോട്ട് മതിയാവുന്നില്ല. എല്ലാ സമയത്തും നമ്മൾ ഭയങ്കര സ്ലീപ്പി ആയിട്ട് ഫീൽ ചെയ്യാണ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഇൻസ്റ്റഗ്രാം തോണ്ടുമ്പോഴോ, ഗെയിം കളിക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴോ, കളിക്കാൻ പോകുമ്പോഴോ ഇപ്പോഴൊന്നും ആ പ്രശ്നമില്ല. പഠിക്കാനിരിക്കുമ്പോൾ മാത്രമേ മിസ് ആ പ്രശ്നമുള്ളൂ. അതാണ് എല്ലാവരുടെയും പ്രശ്നം അല്ലേ? നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ മാത്രം എന്താണെന്നറിയില്ല, ബുക്ക് ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഉറക്കം എവിടുന്നാ അങ്ങോട്ട് ഓടി വരുന്നതെന്ന് കാണാൻ പറ്റില്ല എന്നാണ് പറയുക കുട്ടികളൊക്കെ. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും, ആൻഡ് ഇത് എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു സിമ്പിൾ 7 സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് കേട്ടോ. ഈ ഒരു 7 സ്റ്റെപ്പ് നിങ്ങൾ ഒരു ഫോളോ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ബുക്ക് തുറക്കുമ്പോഴേക്കും ഉറക്കം വരുന്ന ആ ഒരു സംഭവം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു 7 സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ താഴെ യെസ് എന്ന് വേഗം കമൻറ്റ് ചെയ്ത് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെയിലി റൂട്ടീനാണ്. ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു പെർട്ടിക്കുലർ സമയം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ട് ചിലപ്പോൾ പഠിക്കില്ല, കുറേ സമയം നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു, കുറേ ഡിസ്ട്രാക്ഷൻസ്, ഗെയിമിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ രാത്രി കിടക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും എപ്പോൾ എത്ര മണിക്ക് എത്ര മണിക്കൂർ ഉറങ്ങുന്നു, എത്ര മണിക്കൂർ എണീക്കുന്നു, ഇതൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത്. ഡെയിലി റൂട്ടീനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഒരു ക്ലോക്ക് ഉണ്ട്, ഒരു ബോഡി ക്ലോക്ക്. ഓക്കെ, അപ്പോൾ ആ ബോഡി ക്ലോക്ക് അനുസരിച്ചിട്ടാണ് നമ്മളുടെ എനർജി എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പം നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ പോകെ എനർജി ഇങ്ങനെ കുറഞ്ഞ് പിന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരലാണ് ചെയ്യുക. അപ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിക്കുക, നമ്മളുടെ ആ ബോഡി ക്ലോക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒരു റൂട്ടീൻ ഫോളോ ചെയ്തിട്ടുണ്ടാകണം. അതായത് എല്ലാ ദിവസവും നിങ്ങൾ എണീക്കുന്നത് ഇപ്പോൾ 6 മണിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, 6 മണി കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾ എണീക്കണം. എല്ലാ ദിവസവും കറക്റ്റ് 6 AM നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, എണീറ്റിട്ടുണ്ടാവണം. ഓക്കെ, ഇനി രാത്രി എല്ലാ ദിവസവും നിങ്ങൾ 11 മണിക്കാണ് ഉറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും രാത്രി കറക്റ്റ് 11 മണിയാകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ബെഡിലെത്തണം. അപ്പോൾ ആ ഒരു റൂട്ടീൻ നിങ്ങളെ ബോഡീനെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ബോഡിയുടെ എനർജിയെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ നിലനിർത്തേണ്ടതെന്നുള്ളത് നമ്മളെ ബോഡി പഠിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെയിലി ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഒരു ദിവസം മാക്സിമം നിങ്ങൾ ഒരു 6 to 7 മണിക്കൂർ വരെ ഉറങ്ങാൻ വേണ്ടി നോക്കണം കേട്ടോ. മാക്സിമം നിങ്ങൾ എന്തായാലും ഒരു 6 to 7 മണിക്കൂർ വരെ നമുക്ക് എന്ത് വേണം, ഉറക്കം വേണം എന്നുള്ളത് നിർബന്ധം. അല്ലെങ്കിൽ ഉറക്കം കുറേ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ബ്രെയിന് വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ട്, അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഒരു റൂട്ടീൻ നിങ്ങളുടെ ബോഡീനെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു കറക്റ്റ് സമയത്ത് എണീക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക. അതിന് എന്ത് സംഭവിച്ചാലും, എക്സാം ഉണ്ടെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഒരു റൂട്ടീൻ തെറ്റാതിരിക്കുക. അതിന് വീട്ടിൽ ഫംഗ്ഷൻ ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഒരു കറക്റ്റ് റൂട്ടീൻ നിങ്ങളെ ബോഡീനെ കൊണ്ട് ഫോളോ ചെയ്ത് പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്ജക്ട് സ്വിച്ചിങ് മെത്തേഡാണ്. നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ കളിക്കുമ്പോഴോ ഗെയിം കളിക്കുമ്പോഴോ ഒന്നും നമുക്ക് ഈ ഉറക്കം വരുന്ന പ്രശ്നമില്ല. പക്ഷെ നേരെ മറിച്ച് ബുക്ക് എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതിൻ്റെ കാര്യം എന്താ, നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. നമ്മുടെ ഇൻട്രസ്റ്റ് എന്തിൻ്റെ അകത്തുള്ളത്, തോണ്ടാൻ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സബ്ജക്ട് സ്വിച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സബ്ജക്റ്റുകളിൽ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഉറക്കം വരുന്ന സമയത്ത് അന്നേരം എന്ത് ചെയ്യുക, വേഗം സബ്ജക്റ്റ് സ്വിച്ച് ചെയ്യുക. അടുത്ത നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണോ അത് പഠിക്കുക. മലയാളം എന്ന് വെച്ചാൽ മലയാളം പഠിക്കുക. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു നിങ്ങൾക്ക് ഉറക്കം വരാണെന്ന് തോന്നുമ്പോൾ ആ സബ്ജക്റ്റ് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളുടെ ബ്രെയിനിന് ഇങ്ങനെ പെട്ടെന്ന് എന്ത് സംഭവിക്കും, ഇങ്ങനെ ഒരു സ്ലീപ്പ് മോഡിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കിക്ക് സ്റ്റാർട്ട് കിട്ടും. അപ്പം അങ്ങനെ സബ്ജക്ട് സ്വിച്ചിങ് മെത്തേഡ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഞാനൊക്കെ ഇത് നന്നായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ SS കാണുമ്പോഴേ എനിക്ക് ഉറക്കം വരും. SS ഫസ്റ്റ് പേജ് കണ്ടാലേ എനിക്ക് ഉറക്കം വരുമായിരുന്നു. അപ്പം ഞാൻ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ SS ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുമ്പോൾ പെട്ടെന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, എനിക്ക് സയൻസും ആയിരുന്നു കുറച്ചും കൂടെ ഇഷ്ടം. ഞാൻ പെട്ടെന്ന് സയൻസ് എടുത്തിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഫിസിക്സ് എടുത്ത് കെമിസ്ട്രി എടുത്തിട്ടൊക്കെ പഠിക്കുമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ എനിക്ക് ആ ഒരു എന്താ പറയുക, ഒന്ന് ഇത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേവറേറ്റ് മ്യൂസിക്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ എന്നെ തല്ലും. അതായത് നമുക്കിപ്പം നന്നായിട്ട് ഉറക്കം വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഭയങ്കര ടയേർഡായിട്ടുള്ള ദിവസങ്ങളുണ്ടാകും. ഒരുപാട് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ഭയങ്കര ടയേർഡായിട്ട്, പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എനർജി തരുന്ന കുറച്ച് മ്യൂസിക്സ് ഉണ്ട്, കുറച്ച് പാട്ടുകളുണ്ട്.
അതൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് അത്രയും എനർജി മോശമാണ്, എനിക്കൊരു കിക്ക് സ്റ്റാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഹെഡ്ഫോൺസ് വെച്ചിട്ട് ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എവിടുന്നാന്നറിയില്ല എന്തോ ഒരു എനർജി എനിക്ക് കിട്ടാറുണ്ട്. അതുപോലെ ഒരു കോഫി കുടിക്കുക, ഇതൊക്കെ ഒരു എനർജി ബൂസ്റ്റിംഗ് സാധനങ്ങളാണ്. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കുക. പെട്ടെന്ന് ഉറക്കം വരുന്ന സമയത്ത് ഉറക്കം വരാൻ പോണ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും. ഓക്കെ, അങ്ങനത്തെ പാട്ടല്ല, നല്ല എനർജിക്കറ്റിക് ആയിട്ടുള്ള നിങ്ങൾക്ക് കുറച്ച് എനർജി തരുന്ന ടൈപ്പ് ഓഫ് സോങ്സ്, നല്ല ജിഗ് ജിഗ എന്നുള്ള പാട്ടില്ലേ, അങ്ങനത്തെ പാട്ടൊക്കെ കേട്ട് ഒന്ന് എന്ത് ചെയ്യുക, ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഹാക്കാണ്. അതായത് നമ്മുടെ ബോഡി സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴാണ്. അപ്പം നമ്മുടെ ബോഡീനെ ഇങ്ങനെ എപ്പോഴും ഉണർന്നിരിക്കുന്നതും നമ്മുടെ ബോഡീനെ എപ്പോഴും ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യുന്നതും ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുമ്പോഴാണ്. അപ്പോൾ ആ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ കുറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാൻ തുടങ്ങും. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലൊരു നോട്ട്ബുക്ക് എടുക്കാം, ഒരു പെന്നും ഒരു നോട്ട്ബുക്കും വെച്ചിട്ട് നിങ്ങൾ ക്ലാസ് കാണുമ്പോഴാണോ അല്ലെങ്കിൽ ഓൺലൈനാണ് ക്ലാസ് കാണുന്നത് എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കിലാണെന്ന് വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ സ്പീഡിൽ എഴുതി അങ്ങനെ പഠിക്കാം. അതിങ്ങനെ കംപ്ലീറ്റ് നിങ്ങൾ വലിയ സംഭവമായിട്ട് എഴുതണമെന്നൊന്നുമില്ല, പക്ഷേ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബോഡീനൊന്നും ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ട് നടന്നിട്ട് പഠിക്കുന്ന ടീംസ്, അങ്ങനെ പഠിക്കുന്ന ടീംസിന് ഉറക്കം വരുന്നതിൽ കുറവായിരിക്കും, കാരണം നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില ആൾക്ക് എനിക്കൊന്നും പറ്റില്ല, എനിക്ക് നടന്നുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും തലയിൽ കയറില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ഒക്കെ എന്ത് ചെയ്യുക, ഒരു റൂട്ടീനും സൈക്കിളും അനുസരിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം നിങ്ങൾ രാത്രി ഇപ്പോൾ 12 മണിക്ക് ഉറങ്ങിയാലും 1 മണിക്ക് ഉറങ്ങിയാലും പ്രശ്നമില്ല, പക്ഷേ എന്നും 1 മണിക്ക് തന്നെ ഉറങ്ങണം. അതാണ് അതിൻ്റെ ഒരു റൂള്. ഓക്കെ, ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെക്കൻഡ് റൂളാണ്. 5 സെക്കൻഡ്സ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അധികം നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താ, നമ്മളിപ്പം വിചാരിക്കും ഓക്കെ ഇന്ന് മുതൽ ഞാൻ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നാളെ രാവിലേക്ക് നല്ല അടിപൊളിയായിട്ട് അലാറൊക്കെ വെച്ചിട്ട് നമ്മൾ കിടക്കും. രാവിലെ അലാം അടിക്കുമ്പോൾ സമയത്ത് ഒരു 5 മിനിറ്റും കൂടെ എന്ന് പറഞ്ഞൊരു സ്നൂസ് ബട്ടൺ അങ്ങ് അമർത്തും, പിന്നെ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ എന്ന് പറഞ്ഞ് നമ്മൾ 2-2.5 മണിക്കൂർ അവിടെ കിടന്നുറങ്ങും. ഇതാണ് എല്ലാ ദിവസവും സംഭവിക്കാറ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ബ്രെയിനിന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് നേരെ നോ മൂഡിലേക്ക് പോകും. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണ്ടേന്ന് ഇങ്ങനെ നോക്കുകയാണ്, എന്നിട്ട് അത് ചെയ്യണോ ചെയ്യണ്ടേ നിങ്ങളൊരു 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ തീരുമാനിക്കണം. ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങളത് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ബോഡീനെ മൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബ്രെയിന് നമ്മൾ പറയുന്നത് കേൾക്കില്ല. അതാണ് ഈ അലാം ഓഫ് ആക്കുമ്പോൾ സംഭവിക്കുന്നത്. ഫസ്റ്റ് അലാം അടിച്ച 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ ബെഡിൽ നിന്ന് എണീറ്റിരിക്കണം. ഞാനൊക്കെ അങ്ങനെ ചെയ്യാറ്. ചില സമയത്ത് അലാം അടിക്കുമ്പോൾ എണീക്കാൻ മടിയാവും. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലാം അടിക്കുന്ന ഫോൺ ഉണ്ടല്ലോ, എൻ്റെ ഒന്ന് കുറച്ച് ഭയങ്കര ദൂരത്ത് കൊണ്ടുപോയി വെക്കും. അലാം അടിക്കുന്ന സമയത്ത് ഞാൻ ഇടിച്ചിങ്ങനെ ഇറങ്ങണ്ടാണ്ടിരിക്കും. അപ്പോൾ തന്നെ ഒരു ഭയങ്കര എനർജി വരും. അതായത് ആ അലാം അടിക്കുമ്പോൾ തന്നെ നമ്മൾ എണീറ്റ് അങ്ങ് ഇരിക്കുക. ഒരു 5 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങളെ ബോഡി കേൾക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു 5 സെക്കൻഡിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, എണീക്കുക, എന്നിട്ട് ഇരിക്കുക, കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക, അപ്പോഴേക്കും ഉറക്കമൊക്കെ പോയിട്ടുണ്ടാവും. ഓക്കെ, റെഡി. എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉറക്കം വരുമ്പം ഞാൻ പെട്ടെന്ന് എണീക്കും, കുറച്ച് വെള്ളം കുടിക്കും, എന്നിട്ട് വുളുവൊക്കെ എടുത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഉറക്കം പിന്നെ എവിടെ പോയെന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ചില ദിവസങ്ങളിലൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ രീതികളുണ്ടാവും. അതെന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റിംഗ് ഹാബിറ്റാണ്. ഈറ്റിംഗ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നമ്മൾ കഴിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഈ നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം നല്ല ഹെൽത്തി വൈറ്റമിൻസ്, മിനറൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡി ഭയങ്കര എനർജറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യും. പക്ഷേ നേരെ മറിച്ച് നമ്മൾ എന്നും ജങ്ക് ഫുഡ്സ് ഒക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എല്ലാ ദിവസവും നമുക്ക് ഭയങ്കര ഫാറ്റിക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം നമുക്ക് ബോഡിയുടെ ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നില്ല. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നമ്മളെ ബോഡീനെ എപ്പോഴും ഇങ്ങനെ ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ ഈറ്റിംഗ് ഹാബിറ്റ്, ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നത് പരമാവധി കുറയ്ക്കുക. കഴിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ മേ ബി ഒരു മാസത്തിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു 3 ടൈംസ് ഒക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് ചുരുക്കുക. കാരണം ജങ്ക് ഫുഡ്സ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് എന്താ കിട്ടാൻ പോകുന്നത്, നമ്മൾക്ക് എനർജി ഇല്ലാത്തൊരു ബോഡി ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ജങ്ക് ഫുഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് കുറയ്ക്കുക. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈറ്റിംഗ് ഹാബിറ്റ് എന്ന് പറയുമ്പം ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം. ഇപ്പം നമ്മൾ രാത്രി ഞാൻ ഫുഡ് കഴിക്കുന്നത് 9 മണിക്കാന്ന് വിചാരിച്ചു, ഓക്കെ. എന്നിട്ട് നമ്മൾ പോയിട്ട് 9:30 പഠിക്കാനിരിക്കുകയെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഉറക്കം തൂങ്ങി അങ്ങോട്ട് വീഴും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 9 മണിക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ കംപ്ലീറ്റ് ഈ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി എടുക്കും. അപ്പം നമുക്ക് ഈ ഇരുന്ന് പഠിക്കാനുള്ളൊരു കോൺസെൻട്രേഷൻ കിട്ടാനൊന്നും എന്ത് ചെയ്യില്ല, ഇത് ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ ഫുഡ് കഴിച്ച് ഉടനെ പോയിട്ട് എന്ത് ചെയ്യരുത്, പഠിക്കരുത്.
ഓക്കെ, നമ്മൾ ഈ സ്കൂൾസിലൊക്കെ നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ്, അതായത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ അടുത്ത പീരീഡിൽ നന്നായിട്ട് ഉറക്കം വരാറില്ലേ? അതിൻ്റെ കാരണവും ഇതാണ്. അതായത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ ബ്രേക്ക് നമുക്ക് എന്ത് വേണം? അപ്പോൾ ഈ ഉച്ചക്കൊക്കെ നിങ്ങളെ ഫുഡ് ബ്രേക്ക് ഒക്കെ വരുന്ന സമയത്ത് ആദ്യത്തെ സമയം തന്നെ എന്ത് ചെയ്യുക? പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ആ പീരീഡിൽ കുറച്ചുകൂടെ ഉറക്കം വരുന്നത് കുറവായിരിക്കും. ലാസ്റ്റിലേക്ക് വെക്കാണ്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ച് തീർക്കാം. അപ്പോൾ ഈ നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഫുഡ് കഴിക്കാണ്ടിരിക്കുക. ഒരു 1 hour 1.5 hours ബ്രേക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഫുഡ് കഴിച്ചിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ ഒരു 7 മണിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 8:30ക്ക് പഠിക്കാനിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 10 മണിക്ക് ഫുഡ് കഴിക്കുന്ന അവന് പഠിക്കേണ്ടല്ലേ, നേരെ കിടന്നുറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കരുത്. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈമിൻ്റെ ഒരു 1 hour അല്ലെങ്കിൽ ഒരു 1.5 hours ബാക്കിൽ എന്ത് ചെയ്യണം? ഫുഡ് കഴിച്ചിട്ടുണ്ടാവണം കേട്ടോ. അടുത്തത് ലൈറ്റ് വേഴ്സസ് ഡാർക്ക്. അതായത് നമ്മളുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ വിചാരം, നല്ല ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ വിചാരം എന്താ? നേരം വിളിച്ചു, ഓക്കെ ഫൈൻ, നല്ല എനർജറ്റിക് ആവാം എന്ന് വിചാരിക്കും. ഡാർക്ക് ആകുമ്പോൾ നമ്മുടെ ബോഡി അല്ലെങ്കിൽ ബ്രെയിൻ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു സ്ലീപ്പ് മോഡിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, ഇപ്പം നിങ്ങൾ രാവിലെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ ഇതിന് വലിയ വിഷയമില്ല. നല്ല ലൈറ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി എപ്പോഴും ഉണർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റിങ് വേണം. അപ്പോൾ നിങ്ങൾ രാത്രിയാണ് പഠിക്കുന്നുണ്ടെങ്കിലും രാവിലെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിലും നല്ല ലൈറ്റിംഗ് ഉള്ള റൂമിൽ, നല്ല വെളിച്ചം കിട്ടുന്ന റൂമിൽ എന്ത് ചെയ്യണം? ഇരുന്നിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ രാത്രിയാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ടേബിൾ ലൈറ്റും റൂമിലെ ലൈറ്റൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട്, ചില കുട്ടികളുണ്ട് ഡിം ലൈറ്റിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അപ്പോൾ അത് ശരിക്കും നിങ്ങളുടെ കണ്ണിനും കേടാണ്, ബോഡിക്കും കേടാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ത് തന്നെയാണ്? നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്ത് ഇരുന്നിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നിങ്ങളുടെ ഈ പ്രശ്നം ഒരു 50 to 60% അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഉറപ്പാണ്, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ഒരു 80% നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് സ്ലീപ്പി പ്രശ്നം തീരും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ, ഇത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു 2 weeks ഒരു 3 weeks നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു 96% അടിപൊളിയായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ നമുക്കവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും നമ്മൾ അടിപൊളിയായിട്ട് മാറും. അപ്പോൾ ഈ ഒരു 7 സ്റ്റെപ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കാം, ഉറക്കമൊന്നും വരില്ല, ഐ എം ഗ്യാരണ്ടി.